വെഞ്ഞാറമൂട് ഫ്ലൈ ഓവർ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പൈലിംഗ് വർക്കുകൾ നാളെ ഒക്ടോബർ 10 മുതൽ ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ട പൈലിംഗ് വർക്കുകളുടെ ഭാഗമായി വെഞ്ഞാറമൂട് സ്കൂളിന് മുൻവശം ഫെൻസിങ്ങുകൾ തീർത്ത് വൺ വേ ആക്കി ഡയറക്ഷൻ ചെയ്യുകയാണ്. ഇനി മുതൽ വെഞ്ഞാറമൂട് നിന്നും കാരേറ്റ് ഭാഗത്തേക്ക് സ്കൂളിന് മുൻവശത്ത് കൂടി ഹെവി വാഹനങ്ങൾ കടന്നു പോകാത്ത രീതിയിലാണ് നാളെ മുതൽ ഫെൻസിംഗ് ക്രമീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരുന്ന ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമൂടിനെ ഒഴിവാക്കി NH എടുത്ത് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പറയാനുള്ളത്. വെഞ്ഞാറമൂട് വഴി പാസ് ചെയ്ത് 2 വേയിൽ, അതായത് കൊട്ടാരക്കര ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കും പോകേണ്ടതായിട്ടുള്ള ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമൂട് നിന്നും വെഞ്ഞാറമൂട് വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഹെവി വാഹനങ്ങൾ കാരേറ്റ് ഭാഗത്തു നിന്നും തിരിഞ്ഞ് ആറ്റിങ്ങൽ NH ആലങ്കോട് വഴി ആറ്റിങ്ങൽ പ്രവേശിച്ച് NH എടുത്തു പോകേണ്ടതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് വരേണ്ട ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമൂടേക്ക് എത്താതെ വെമ്പായത്തിന് തൊട്ടുമുമ്പ് കന്യാകുളങ്ങര ഭാഗത്തു നിന്നും തിരിച്ച് പോത്തങ്കോട് മംഗലാപുരം വഴി NH പ്രവേശിച്ച് യാത്ര തുടരേണ്ടതാണ്. യാതൊരു കാരണവശാലും ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമൂട് വഴി പാസ് ചെയ്ത് പോകാത്ത രീതിയിലാണ് ഫെൻസിംഗ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം KSRTCയുടെ യാത്രയാണ്. KSRTCയുടെ യാത്ര ഇനി മുതൽ വെഞ്ഞാറമൂട് ജംഗ്ഷൻ, വെഞ്ഞാറമൂട് KSRTC സ്റ്റാൻഡ്, തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് യാത്രക്കാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുള്ള സൗകര്യം നാഗർകുഴിയിൽ KSRTC ഒരു പോയിന്റ്, ഒരു ഔട്ട് പോസ്റ്റ് തയ്യാറാക്കി വെഞ്ഞാറമൂട് KSRTC സ്റ്റാൻഡിനെ നാഗർകുഴി ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് ഭാഗത്തേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും, എല്ലാ KSRTC വാഹനങ്ങളും നാഗർകുഴി ഭാഗത്ത് നിർത്തി ആളിനെ ഇറക്കുകയും വെഞ്ഞാറമൂട് നിന്നും കയറേണ്ടുന്നവർ നാഗർകുഴിയിലെത്തി KSRTC വാഹനങ്ങളിൽ യാത്ര തുടരുന്നതുമാണ്. തിരിച്ച് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന KSRTC വാഹനങ്ങൾ നിലവിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുൻവശം ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരു ഇന്നർ റിംഗ് റോഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഇന്നർ റിംഗ് റോഡ് വഴി ഇറങ്ങി താഴെ മാർക്കറ്റ് ജംഗ്ഷനിലെത്തി വെഞ്ഞാറമൂട് സ്റ്റോപ്പിനെ മാർക്കറ്റ് ജംഗ്ഷനിലാക്കി മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ആളിനെ എടുത്ത് യാത്രകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ഇത് ട്രാഫിക്കിന്റെ ഡൈവർഷൻ ബോർഡുകളും അതുപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാരേറ്റ് ഭാഗത്തും അമ്പലമുക്ക് ഭാഗത്തും വാമനപുരം ഭാഗത്തും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. അവർ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകും. പിന്നെ പ്രധാനമായും കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ഭാഗം ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും നെടുമങ്ങാട് ഭാഗത്തേക്ക് വെഞ്ഞാറമൂട് ക്രോസ് ചെയ്ത് പോകുന്ന റോഡിന്റെ അവസ്ഥയാണ്. അപ്പോൾ അതിപ്പോൾ നിലവിൽ രണ്ടാം ഘട്ടം പൈലിംഗ് ആരംഭിക്കുമ്പോൾ ഫെൻസിംഗ് ചെയ്യുന്നെങ്കിലും സെൻട്രൽ പോർഷൻ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആറ്റിങ്ങലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നെടുമങ്ങാട് ഭാഗത്തേക്ക്, അങ്ങ് നാഗർകുഴി ഭാഗത്തേക്ക് തൽക്കാലം ക്രോസ് ചെയ്ത് പോകാം. ക്രോസ് ചെയ്ത് പോയി നാഗർകുഴി ഭാഗത്തു നിന്നും യഥാവിധം വലത്തേക്കോ ഇടതു ഭാഗത്തേക്കോ തിരിഞ്ഞ് അമ്പലമുക്ക്, പെരുപ്പങ്കോട് യഥാക്രമം എടുത്ത് പോകുന്നതിന് തടസ്സമില്ല.